ഹലോ ഗൈസ്, വെൽക്കം ടു D&D ക്രിയേഷൻസ്. ഹലോ, ഇന്ന് നമ്മൾ നാടൻ രീതിയിൽ നല്ല കേരള സ്റ്റൈൽ എങ്ങനെ ഒരു താറാവ് റോസ്റ്റ് പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അതിന് നമുക്കൊരു 1.5 കിലോ താറാവാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അത് നല്ല ഡ്രസ്സ് ചെയ്ത് ക്ലീനായിട്ട് കിട്ടിയിട്ടുള്ള താറാവാണ്. അത് നമ്മൾ ആദ്യം കുക്കറിലെടുത്തിട്ട് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1.5 സ്പൂണ് കുരുമുളക് പൊടി. ഇതെല്ലാം നമ്മൾ ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. 1.5 സ്പൂണ് കുരുമുളക് പൊടി, 1 സ്പൂണ് ഗരം മസാല, പിന്നെ 1 സ്പൂണ് ഉപ്പ്. പിന്നെ നമ്മൾ ചേർക്കേണ്ടത് 1/2 കപ്പ് വെള്ളമാണ്. അത് നാടൻ താറാവാണ്, നമ്മൾ 1/2 കപ്പ് വെള്ളം മതിയാകും. 1/2 കപ്പ് വെള്ളം ഉപയോഗിക്കുക. പിന്നെ 1/2 ടേബിൾ സ്പൂൺ നാരങ്ങാ നീര് അതിലേക്ക് പിഴിഞ്ഞൊഴിക്കുക. എന്നിട്ട് നമ്മൾ അതെല്ലാം നല്ല രീതിയിൽ ഇളക്കിയെടുക്കുക. നല്ലതായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എല്ലായിടത്തും അരപ്പ് ചെല്ലുന്ന രീതിയിൽ നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കുക. നന്നായി ഇളക്കി കുക്കറിൽ വേവിക്കുക. നാടൻ താറാവേണ്ട ഹൈ ഫ്ലെയിമിൽ 2 വിസിൽ വരുന്നത് വരെ ഞാൻ വേവിച്ചു. അതിന് ശേഷം തീ ഓഫാക്കി വെക്കുക. ബാക്കി അരപ്പിനുള്ള സാധനങ്ങൾ സവാള, ചെറിയ ഉള്ളി, തക്കാളി, കറിവേപ്പില, തേങ്ങാക്കൊത്ത്, 3 പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എടുക്കുക. പിന്നെ നമ്മൾ പാത്രം വെച്ച് എണ്ണ ഒഴിച്ച് നമ്മൾ ഈ തേങ്ങാക്കൊത്ത് നല്ല രീതിയിൽ ചുമക്കുന്നത് വരെ അത് മൂപ്പിക്കുക. നന്നായി ഇളക്കി അത് ഒരു ബ്രൗൺ നിറമാകുന്നത് വരെ നമ്മൾ ഇളക്കുക. ആ ബ്രൗൺ നിറമായി കഴിയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ചെറിയ ഉള്ളി ഇടുക. ചെറിയ ഉള്ളി ഒരു ചെറുതായിട്ട് വഴന്ന് വരുന്ന ആ സമയമാകുമ്പോൾ നമ്മൾ സവാള ചേർക്കുക. സവാളയും കൂടെ ചേർത്ത് നന്നായി ഇളക്കി അത് രണ്ടും നല്ല ചുമന്ന നിറമാകുന്നത് വരെ വഴറ്റുക. അതിനുശേഷം നമ്മൾ തക്കാളി ചേർക്കുക, പച്ചമുളക്, ബാക്കിയുള്ള കറിവേപ്പില അത് ചേർക്കുക. ചേർത്തതിന് ശേഷം അത് കുറച്ച് ഇളക്കി ഒരു ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് നമുക്ക് അരപ്പുകൾ ചേർക്കാവുന്നതാണ്. ആദ്യം മല്ലിപ്പൊടി, ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക. ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതെല്ലാം ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒരു ഗരം മസാല നമുക്ക് 1 സ്പൂൺ ഗരം മസാല ചേർക്കാവുന്നതാണ്. അതുപോലെ തന്നെ കുരുമുളക് പൊടി ഒരു 1.5 സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർ 1 സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുക. ഞാനിപ്പോൾ ഒരു 2 സ്പൂൺ കുരുമുളക് പൊടി ഇവിടെ ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഈ അരപ്പെല്ലാം നല്ല രീതിയിൽ തുടർച്ചയായി ഇളക്കുക. അത് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാതെ നല്ല രീതിയിൽ ഇളക്കുക. ഇളക്കിയതിന് ശേഷം ഇത് അരപ്പെല്ലാം ആയി കഴിയുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ച ആ താറാവ് ഇതിലേക്ക് ഒഴിക്കുക. കുറച്ച് വെള്ളം കാണും, അത് ആ വെള്ളത്തിൽ കിടന്നുകൊണ്ട് തന്നെ ഈ അരപ്പെല്ലാം ഈ തിളച്ച് ഈ താറാവ് കഷ്ണത്തിൽ അത് പിടിക്കട്ടെ. അത് നല്ല രീതിയിൽ തിളച്ചിട്ട് അത് ഈ അരപ്പിനകത്ത് കുറുകി വരണം. നന്നായി തിളച്ച് അത് കുറുകി ഈ പരുവമാകുമ്പോൾ അത് നമുക്ക് ഈ തീയിൽ നിന്ന് ഈ പാത്രം വാങ്ങി വെക്കുക. അടുപ്പിൽ നിന്ന് മാറ്റിയ ശേഷം നമ്മൾ കടുക് താളിച്ച് ഒഴിക്കാവുന്നതാണ്. 1 സ്പൂൺ കടുക് ഇടുക. ഇട്ട് കടുക് പൊട്ടുമ്പോൾ ചെറിയ ഉള്ളി 2 അരിഞ്ഞത് ചേർക്കുക. കറിവേപ്പിലയും ചേർക്കുക. എന്നിട്ട് ഈ കടുക് താളിച്ച് ഈ കറിയിലേക്ക് നമ്മൾ ഒഴിക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ള താറാവ് റോസ്റ്റ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എരിവ് കൂടുതൽ ആവശ്യമുള്ളവർ കുരുമുളക് പൊടി അതിനനുസരിച്ച് ചേർക്കുക.
ഞങ്ങളുടെ താറാവ് കറി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ടാറ്റാ.